മാക്സിസ്, അങ്ങ് വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു മറ്റ് പല വിദഗ്ധരും പറയാത്ത ചില ആംഗിളിൽ ആണ് സംസാരിച്ചത്. താങ്കൾ ഇതേ വിമാനത്താവളത്തിൽ പ്രവർത്തിച്ച പരിചയമുണ്ട്, ഈ വിമാനത്തിൻ്റെ എൻജിൻ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്, ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് താങ്കൾക്ക് നല്ല ധാരണയുമുണ്ട്. എങ്കിലും ഇപ്പോഴുള്ള അനുമാനത്തിൽ, അങ്ങയുടെ അനുമാനത്തിൽ എങ്ങനെ ഈ അപകടമുണ്ടായി എന്നതിലേക്ക് കൂടി അങ്ങ് വന്നാൽ അതെന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അങ്ങേക്കൊരു സംശയമുണ്ടോ? ആ സംശയം പ്രകടിപ്പിക്കാൻ കഴിയുന്ന സംശയമാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പല വിദഗ്ധരും പറഞ്ഞ അഭിപ്രായങ്ങൾ, ഇപ്പോൾ പക്ഷിയിടിച്ച് ഉണ്ടായ അപകടമാകാം, അല്ലെങ്കിൽ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പിഴവാകാം, യന്ത്രത്തകരാറാകാം. ഇതിൽ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ താങ്കളുടെ നിഗമനം എന്താണ്? ഈ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. നമുക്കൊന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, ഇത് രണ്ട് എഞ്ചിനും ഒന്നിച്ച് ഫെയിലിയർ ആവുന്ന ഒരു അവസ്ഥ അത് തന്നെയായിരിക്കാം ഇതിന് കാരണമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ കുറച്ചും കൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് എയർ കോക്പിറ്റിന്റെ ഉള്ളിലെ FTR, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, അതുപോലെ CVR, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഈ രണ്ട് സംവിധാനങ്ങളുടെ പരിശോധന മൂലം ഈ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ ഫ്ലൈറ്റിലെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എയർക്രാഫ്റ്റ് ഉള്ളിലെ എല്ലാ പാരാമീറ്റേഴ്സും സ്പ്ലിറ്റ് സെക്കൻഡ് ഇന്റർവെല്ലിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് ബ്ലാക്ക് ബോക്സ് എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് അതിനെ പറയുന്നത്. അത് പുറത്തു വരുമ്പോൾ ഇതിന്റെ എല്ലാ തെളിവുകളും നമുക്ക് പുറത്തു. അതുപോലെ ലാസ്റ്റ് മൊമെന്റ് ഈ എഞ്ചിൻ ഫെയിലിയർ ആയ സമയത്ത് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു 20 സെക്കൻഡിനുള്ളിൽ തന്നെ പൈലറ്റ് മെയ്ഡേ മെയ്ഡേ മെയ്ഡേ, ദാറ്റ് ഇസ് എ ഡിസ്ട്രസ് കോൾ ആണ്. എയർ ട്രാഫിക് കൺട്രോളിനോട് ഡിസ്ട്രസ് കോൾ ഇനിഷ്യേറ്റ് ചെയ്യും. പക്ഷെ എയർ ട്രാഫിക് കൺട്രോൾ ആ കോൾ ഉടനെ അക്നോളജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, റോജർ മെയ്ഡേ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഒന്നിലധികം എയർക്രാഫ്റ്റുകൾ ആ സമയത്ത് അഹമ്മദാബാദ് കൺട്രോൾ ടവറുമായിട്ട് കോൺടാക്റ്റിൽ ഇരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏത് എയർക്രാഫ്റ്റ് ആണ് ഈ എമർജൻസി ഡിക്ലെയർ ചെയ്തതെന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് കൺട്രോളർക്ക് ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതിന് റിപ്ലൈ ആയിട്ട് റിപ്പോർട്ട് യുവർ കോൾ സൈൻ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ കേട്ടുകേൾവിയാണ്, വിശ്വാസയോഗ്യമായ വൃത്തങ്ങളാണെന്നാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം അതിനുശേഷം ആ സമയത്ത് എയർക്രാഫ്റ്റിന്റെ ഹൈറ്റ് ഒരു 625 ഫീറ്റ് ആണ്. ഈ എയർക്രാഫ്റ്റിന്റെ പൈലറ്റ് ഈ സമയത്ത് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമായി എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാൻ പോവുകയാണ്. കാരണം അതിന് പവർ കിട്ടുന്നില്ല മുന്നോട്ട് ഉയരാൻ വേണ്ടിയിട്ട്. ആ എയർക്രാഫ്റ്റിന് ഞാൻ പറഞ്ഞില്ല, അതൊരു 3 ഡിഗ്രി ആംഗിളിലാണ്. ആ എഞ്ചിൻ പവർ ഉണ്ടെങ്കിൽ ആ 3 ഡിഗ്രിയിൽ റോക്കറ്റ് പോലെ എയർക്രാഫ്റ്റ് പോകും. ഇതൊരു ജെറ്റ് എഞ്ചിൻ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ആണ്, എഞ്ചിനാണ്. അപ്പൊ അത് ചിലപ്പോൾ ആ ആംഗിളിൽ അത് മേലോട്ട് പോകും, അത് താഴോട്ട് വരില്ല. എഞ്ചിന് പവർ ഉണ്ടായിരുന്നു. ഇത് താഴോട്ട് വരാൻ എഞ്ചിന്റെ പവർ പോയതാണ്, എഞ്ചിൻ കട്ട് ഓഫ് ആയി പോയതാണ് കാരണം എന്നാണ് മനസ്സിലാക്കുക. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ പൈലറ്റ് പിന്നെ എന്താ ചിന്തിക്കുക, ഏതാനും സെക്കൻഡുകൾ മാത്രമേ അയാളുടെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം ഒഴിക്കുന്നത് ഇത് സേഫ് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് പ്ലേസ് എവിടെയെങ്കിലും നിയറസ്റ്റ് വിസിനിറ്റിയിൽ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഹാഡ്സൺ റിവറിൽ മറ്റേ അമേരിക്കൻ എയർലൈൻ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത പോലെ. അപ്പൊ ഇദ്ദേഹം ഈ BJ മെഡിക്കൽ കോളേജ് എനിക്ക് നല്ല പരിചയമുള്ള ഏരിയ ആണ്. ഞാൻ അവിടെ 5 വർഷം വർക്ക് ചെയ്തതാണ്. ഈ മേഘാനി നഗർ ഞങ്ങളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഒരു ടൗൺഷിപ്പ് കൂടിയാണ്. എയർപോർട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ താഴെയാണ് റോഡ് ഡിസ്റ്റൻസ്. എയർ ഡിസ്റ്റൻസ് അതിലും കുറവായിരിക്കും, ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഈ BJ മെഡിക്കൽ കോളേജും അതിന്റെ ഒരു ഗ്രൗണ്ടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. മെഡിക്കൽ കോളേജ് വലിയൊരു ക്യാമ്പസ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ, അത് ടേക്ക് ഓഫ് പാത്തിലാണ്, ചിലപ്പോൾ ആ ഗ്രൗണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആ ഗ്രൗണ്ടിൽ ഇറങ്ങാനുള്ള ഒരു അതിന്റെ ഇമ്പാക്ട്, ലാൻഡിങ്ങിന്റെ ഇമ്പാക്ട് കുറച്ചും ആളുകളുടെ ലൈഫ് ചിലപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് അറ്റംപ്റ്റ് അയാൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് ഈ ലോസ് ഓഫ് ഹൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളും അതിലില്ല. അതുകൊണ്ടായിരിക്കും അയാൾ ആ അണ്ടർ കാരേജ് തന്നെ റിട്രീവ് ചെയ്യാൻ ശ്രമിക്കാത്തത്. ഒരുപക്ഷെ അണ്ടർ കാരേജ് റിട്രീവ് ചെയ്തെങ്കിൽ കുറച്ചും കൂടി ഡ്രാഗ് കുറഞ്ഞിട്ട് എയർക്രാഫ്റ്റ് കുറച്ച് സമയം കൂടി ഫ്ലോട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. അതിന് ശ്രമിക്കാത്തതിന് കാരണം എഞ്ചിൻ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യില്ല. പിന്നെ അതിൽ എഞ്ചിൻ പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഹൈഡ്രോളിക് സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. 2 എഞ്ചിനും പോയി കഴിഞ്ഞാൽ ഈ സിസ്റ്റംസ് ഒന്നും വർക്ക് ചെയ്യില്ല. പിന്നെ എമർജൻസി ആയിട്ടുള്ള ഒരു പമ്പ് മാത്രമാണ് പ്രവർത്തിക്കുള്ളൂ. അത് എല്ലാ സിസ്റ്റവും പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സംവിധാനമുണ്ട്, അണ്ടർ കാരേജ് ഡൗൺ ചെയ്യാനും ഫ്ലാപ്പുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി ഒരു ചെറിയ സംവിധാനമുണ്ട്. അത് അതിന് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ്. തീർച്ചയായും. എന്തായാലും അന്വേഷണത്തിലൂടെ എങ്ങനെ ഈ അപകടം സംഭവിച്ചു, ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളത് കണ്ടെത്തട്ടെ. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്.